Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. എടി ചിന്നു, ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നാ പോരെ? അവിടുന്ന് നീ പോയിക്കോളൂലേ? ആടാ, എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നാ മതി. ആളെയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഋഷി അല്ലേ ഇത്? അല്ല, അവന്റെ കൈക്ക് ഇതെന്ത് പറ്റി? ഋഷി മച്ചാ, അല്ല ആരിത്? ചിന്നു ചേച്ചിയോ? എപ്പോ വന്ന്? പിന്നെ കാണാത്ത പോലെ കൊച്ചു കള്ള, എന്നെ കണ്ടിട്ട് നീ ഓടി വെക്കേ? ഞാൻ കണ്ടതാ. അല്ല, എന്നിട്ട് നാത്തൂനെയൊക്കെ കണ്ടായിരുന്നോ? കണ്ടോന്നോ? കണ്ട് കൊറേ നേരം സംസാരിച്ച്. ഇനിയും സംസാരിച്ചിരിക്കണം ആഗ്രഹം. അതിന് ഇവരോട്ട് സമ്മതിക്കണ്ടേ? ഇതേ കോളേജാ, അല്ലാതെ പാർക്കൊന്നുമല്ല ഇരുന്ന് സംസാരിക്കാനേ. കണ്ട കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങി ഇവർ അസൂയം കുശുമൊക്കെ. അല്ലടാ, നിന്റെ കൈക്കെന്ത് പറ്റി? പറയുമ്പോൾ തന്നെ നിന്റെ കൈക്കെന്ത് പറ്റിയടാ? അത് ഒന്നുമില്ല ചേച്ചി, ഫ്രണ്ടിന്റെ ബൈക്കിന്റെ ചെയിൻ നന്നാക്കുമ്പം ആറിയത് കൈ തട്ടി മുറിഞ്ഞതാ. ചെറിയൊരു മുറിവാ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നേ ഉള്ളൂ. ഉച്ച സമയല്ലേ, അതാ, വേറൊന്നല്ല. കണ്ടിട്ട് ബൈക്ക് ചെയിനിൽ കൈയിട്ട പോലെ ഇല്ലല്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തോന്ന് ഋഷി, ഒന്ന് ശ്രദ്ധയോടൊക്കെ ചെയ്തൂടെ? വാ, വന്ന് കൈയൊക്കെ കഴിക്കാൻ മരുന്നിട്ടോ. ഗൗതം, എന്നെ കൊണ്ടാക്കണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. നീ ആദ്യം അവന്റെ കൈയൊന്ന് പോയി നോക്ക്. എടാ വാടാ, അടുത്തുള്ള ക്ലിനിക്കിൽ ഒന്ന് പോയി വരാം. അയ്യേ, പോടാ, ഈ ചെറിയ മുറിവിന് ക്ലിനിക്കിൽ പോവേ? ദേ, നീ മര്യാദയ്ക്ക് ചേച്ചിനെ കൊണ്ടാക്കിട്ട് വരാൻ നോക്ക്. ഞാൻ ക്യാൻറ്റീനിൽ ബാൻഡേജ് അടിക്കാൻ വേണ്ടി പോവാ. ചെല്ലേ. എടാ ഋഷി, ബാൻഡേജ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. നോക്ക്, നല്ല ആഴത്തിലുള്ള മുറിവാന്ന് തോന്നുന്നേ. നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നേ, ഞാൻ പോയിക്കോളാം. ഇവിടെ അടുത്തല്ലേ ബസ് സ്റ്റോപ്പ്. നിങ്ങള് ക്ലിനിക്കിൽ പോ നോക്ക്. അയ്യോ ചേച്ചി, ഉച്ച സമയല്ലേ, അതെങ്ങനെ ബ്ലഡ് വരുന്നേ? അതിന് മാത്രം ഒന്നും മുറിഞ്ഞിട്ടില്ലെന്നേ. എനിക്കാണെങ്കിൽ മുറിവൊക്കെ വന്നല്ലേ കൂടുതൽ ബ്ലഡ് വരും. അതുകൊണ്ടാ ചേച്ചിക്ക് അങ്ങനെ തോന്നേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ബാൻഡേജ് ഒട്ടിച്ചോണ്ട് എല്ലാം ശരിയായിക്കോളും. ചേച്ചി പോവാൻ നോക്ക്. എടാ ഗൗതം, കൊണ്ടാക്ക്. ചേടാ, ഈ ചെക്കൻ്റെ ഒരു കാര്യേ. നിക്ക്, ചേച്ചിനെ കൊണ്ടാക്കിട്ട് വന്നിട്ടെ ബാക്കി തരാം കേട്ടാ. എടാ പോയിട്ട് വാ. എന്നാ വേഗം ക്യാൻറ്റീനിൽ പോ. കൈ നല്ലോണം വാഷ് ചെയ്തിട്ടിടണം കേട്ടോ. ഞാൻ പോയിട്ട് വരേ. ഓക്കെ ചേച്ചി, ഐറക്കുട്ടിനോട് ചോദിച്ചെന്ന് പറയണേ. ശരിടാ, നിനക്കുള്ളത് വന്നിട്ട് തരാട്ടോ. ഓ, ഇവന്റെ മുന്നേ തന്നെ വന്ന് പെട്ടല്ലോ. എന്നാലും ആ സമയത്ത് കൈക്ക് പരുക്ക് പറ്റിയതായിട്ടൊന്നും തോന്നിയില്ലല്ലോ. പെട്ടെന്ന് എങ്ങനെ? ഋഷി, പിങ്കി, അത് ഒന്നുമില്ലടി, നേരത്തെ വഴക്കുണ്ടായില്ലേ, അതിന്റെ ഇടയിൽ എന്തോ കോറി തെറ്റാണ്. ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കണേ. എടി അതൊന്നും വേണ്ട. ദേ, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ ഇപ്പൊ ബെല്ലടിക്കും. പിന്നെ ക്ലാസ് കയറിയില്ലെങ്കിലേ വെറുതെ മിസ്സിന്റെ അടുത്ത് മേടിച്ചു കൂട്ടണ്ടേ. നീ ചെല്ല്, ഞാൻ നോക്കിക്കോളാം. ചെല്ല് പൈങ്കിളി, ഞാൻ നോക്കിക്കോളാന്നേ. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ ചെല്ലേ. ആടേ, ഇത്ര വലിയ പരിക്ക് പറ്റിയിട്ട് ചെറിയ കോറല പോലും. 5 minutes later. ബാൻഡേജ്
ചുരുക്കി പറഞ്ഞ ഇവളുടെ മനസ്സിൽ ഏതോ ഒരു മൂലയ്ക്ക് ഋഷി ഇരിപ്പുണ്ട്. അതുകൊണ്ടല്ലേ അവന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോ അങ്ങ് പാഞ്ഞു പോയേ. ചേടാ വീണ്ടും ബ്ലഡ് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓ ഉച്ച സമയം ആയതുകൊണ്ടാന്നാ തോന്നുന്നേ. ഈ ബാൻഡേജ് വാങ്ങിക്കൊണ്ടുവരാൻ പോയാ ഭയങ്കര എതിരായിട്ട് കണ്ടില്ലല്ലോ. ഇനിയിപ്പോ ബെല്ലടിച്ചോണ്ട് അങ്ങനെ തന്നെ ക്ലാസ് പോയോ? ആവശ്യമുള്ള നേരത്ത് ഒരു ടവല് പോലും കിട്ടത്തില്ല. ടവലെങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കെട്ടി ക്ലാസ് പോയിരിക്കായിരുന്നു. ഇതിപ്പോ ഇന്ന് ക്ലാസ് കട്ടടിച്ചെന്ന് പറഞ്ഞ് മിസ്സിന്റെ വായിലിരിക്കുന്ന ഫുള്ള് കേൾക്കേണ്ടി വരും. ഓ ആവശ്യമുള്ള നേരത്ത് ഈ ക്യാന്റീനിൽ തേങ്ങ കിട്ടത്തില്ല. ഒരു ബാൻഡേജ് കൊണ്ടുവച്ചാലെന്തേ? ഋഷി അല്ല ക്ലാസ് പോകാതെ ഇവളെന്ത് ചെയ്യാ? പറഞ്ഞപ്പോ തന്നെ ഇത് ചെറിയ മുറിവൊന്നുമില്ലല്ലോ, നല്ല വലിയ മുറിവാ. ഇപ്പോഴും ബ്ലഡ് പോയോണ്ടിരിക്കുകയാണല്ലോ. ക്യാന്റീനിലാണെങ്കിൽ ബാൻഡേജ് ഇല്ല. ഇപ്പൊ എന്താ ചെയ്യാ? ടവല് പോക്കറ്റിലല്ലേ ഇട്ട്. കിട്ടി. ഋഷി കൈ കാണിക്കേ. കൈ കാണിക്കാനോ? എന്തിനാ ബേബ്? കൈ ഒന്ന് കാണിക്കേ. കാട്ടെ രുദ്ര. സോറി ഋഷി, നിനക്ക് വേദനയായോ? ഇപ്പൊ കഴിയട്ടോ. ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി വേദന സഹിക്കട്ടോ. എന്തെങ്കിലും ബാൻഡേജ് ഇല്ലാത്തോണ്ടാ. അല്ലേലും ആവശ്യമുള്ള നേരത്തൊന്നും ഒരു സാധനം അവിടെ കിട്ടത്തില്ല. ഭാഗ്യത്തിന് ഞാനെന്നെ ടവല് കയ്യിൽ കരുതിയായിരുന്നു. ഇതും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായേനെ? ഇപ്പൊ വേദന എടുക്കുന്നുണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്നു. ബട്ട് നീ തൊട്ടപ്പം എല്ലാ വേദന പറന്നു പോയി. അതല്ലേ പറഞ്ഞേ, ഇതുവരെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഇല്ല. നീ കൂടെ ഉണ്ടെങ്കിലേ എന്റെ വേദനയൊക്കെ അങ്ങ് പറന്നു പോവും. യെസ്, യു ആർ മൈ പെയിൻ കില്ലർ. ഒരു മിനിറ്റ്. അല്ല, ലൈഫ് ലോങ് ഈ പെയിൻ കില്ലർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാ. കാരണം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റൊരു കാരണം എന്റെ ഈ പെയിൻ കില്ലറാ. അത് പിന്നെ അധികമായ അമൃതം വിഷമല്ലേ? അപ്പൊ ഓവർ പെയിൻ കില്ലർ എടുത്താലേ അത് ശരീരത്തിന് ഹാനികരാ. കേട്ടല്ലോ? അതുകൊണ്ട് ഞാൻ പോവാ. പഴഞ്ചൊല്ല് അല്ല. അപ്പോ എനിക്കുള്ള മറുപടി? എനിക്കൊരു മറുപടി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ വന്നത് നിന്റെ കൈക്ക് പരിക്ക് പറ്റിയെന്നുള്ളതുകൊണ്ടാ. അത് എന്നെ കാരണം പറ്റിയെന്നുള്ളതുകൊണ്ടാ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നുമല്ല. ഞാൻ പോവാ. മിസ് എന്നെ തേടും. നീ ക്ലാസ് പോ നോക്ക്. പിന്നെ പോയിട്ട് മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ മറക്കണ്ട. ഇത്ര ബ്ലഡ് പോയതല്ലേ, അതുകൊണ്ട് വെള്ളം അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഇട്ട് കുടിക്ക്. കേട്ടല്ലോ? എന്നാൽ എന്റെ രുദ്ര, ഞാൻ ചോദിച്ചതിന് നിനക്കൊരു മറുപടി തരാൻ പറ്റത്തില്ലല്ലേ? അത് പിന്നെ എനിക്ക് ക്ലാസ് പോ സമയം. ഞാൻ പോവാ. രുദ്ര പ്ലീസ്. ഋഷി അത് എനിക്ക് ക്ലാസ്സില്. രുദ്ര പ്ലീസ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എന്നെങ്കിലും ഒന്ന് പറയോ? കാരണം 2 കൊല്ലായി ഈ ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ. രുദ്ര, ഞാനത് കളിക്കോ തമാശ കളിക്കോ ഒന്നല്ല. ഞാന് സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നിനക്ക് എനിക്ക് നിന്നോട് തോന്നുന്ന അതേ ഫീലിങ്സ് നിനക്ക് എന്നോടും? അതൊക്കെ പിന്നെ സംസാരിക്കാം. നോക്ക്, എനിക്ക് ക്ലാസ്സിന് ടൈമായി. നീയും പോ, നിനക്ക് ക്ലാസ് ഇല്ലേ? ഞാൻ പോവാ. എന്നാലേ രുദ്ര പ്ലീസ്. 2 കൊല്ലായിടേ നിന്റെ അടുത്തുനിന്ന് ഈ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും എന്നെ കൊണ്ട് പറ്റില്ല രുദ്ര. പ്ലീസ് ഒന്ന് പറയുന്നേ. നിനക്ക് എന്നോട്? അയ്യോ ഋഷി, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ ക്ലാസ് പോണം. അത്രേയുള്ളൂ. നമുക്ക് എന്താണെങ്കിലും പിന്നെ സംസാരിക്കാം. എടേ, നീ ഇങ്ങനെ എല്ലായ്പ്പോഴും ഒഴിഞ്ഞു മാറില്ല. എന്താ അർത്ഥം? അതിനർത്ഥം നിനക്കെന്നെ ഇഷ്ടല്ലെന്നാണോ?
രുദ്ര, ഋഷി, എനിക്ക് ക്ലാസ് പോണം. എനിക്ക് ഇപ്പോ ഇതിനുള്ള ഉത്തരം തരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാന്. അതുകൊണ്ട് എനിക്കിപ്പോ ക്ലാസ്സിൽ പോണം. സോ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഓക്കേ, നീ പൊക്കോ. അല്ല, ഇവിടെ എവിടെയും ആരെ കാണില്ലല്ലോ. പിന്നെ കീർത്തി എവിടെ ഇരിക്കും? കീർത്തി, കീർത്തി, അല്ല എവിടുന്ന ഈ സൗണ്ട്? വീണേ? എലി പോയി. എലി പോയല്ലേ? പോയി. അല്ല, ഉറപ്പല്ലേ? ഇനി എലി എലിന്റെ വഴിക്ക് പോയി. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. പോരെ? താങ്ക് യു. എന്തിനാണാവോ? അല്ല, എലി വന്നപ്പം എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലേ? ഓഹോ, അപ്പോ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തതാ അല്ലേ? എലി വന്നപ്പം എന്നെ ചേർത്ത് പിടിച്ചില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പേടില്ലാതെ നിന്നേ. അപ്പോ എന്നെ പ്രൊട്ടക്ട് ചെയ്തതല്ലേ? ശരി ശരി, എലി പോയല്ലോ. ഇനി പ്രൊട്ടക്റ്റിന്റെ ആവശ്യമില്ലല്ലോ. എന്നാ കുറച്ച് സോറി. എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഇവിടെയോ? പിന്നെ ലേബറിലേക്ക് എല്ലാരും എന്തിനാ വരിക? ഓ, ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഇപ്പൊ ഇത്ര ജാട കാണിക്കുന്നേ? അല്ല, അകത്ത് കീർത്തിനെ കണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എന്നെ ഇപ്പഴാ വരുന്നേ. ഓ, അത് ശരി. കീർത്തി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു വന്നതാ. കാണുന്നില്ല, അതാ വന്ന് നോക്കിയേ. എന്നാ ഓക്കെ, ഞാൻ പോവാ. അല്ല, അപ്പൊ ബുക്സ് ഒന്നും എടുക്കുന്നില്ലേ? ഞാന് ബുക്ക് എടുക്കാൻ വന്നതൊന്നല്ല, ഞങ്ങളെ സാറുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. ഓ, അത് ശരി. അല്ല, ഇന്ന് പോവാൻ നേരത്ത് അല്ല, തമ്പുരിന് പെട്ടെന്ന് ക്ലാസ് കഴിയും. നമുക്കാണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതല്ലേ. അതുകൊണ്ട് പോവാൻ നേരത്ത് ഒന്ന് വീടിന്റെ അവിടം വരെ ഇറക്കി തരോ? അതെന്തിനാ? ബസ് ഉണ്ടാവത്തില്ലേ? പിന്നെന്താ, ബസ്സിൽ പോയച്ചാ മതി. ഓഹോ, അപ്പൊ സാറിന് നമ്മളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. ആയിക്കോട്ടെ. നല്ല കനത്ത മഴ ഇടിയുള്ളതുകൊണ്ടേ മിക്കവാറും ബസ് കിട്ടി തന്നെ. മഴ പെയ്യുമ്പോ ബസ്സാർ എങ്ങനെയാന്ന് ഇയാൾക്ക് തന്നെ അറിയാലോ. ബസ് ഒറ്റ ഒന്നും നിർത്തത്തില്ല. പിന്നെ എപ്പോ ബസ് കിട്ടി എപ്പോ വീട്ടിലെത്താനാ? പിന്നെ ഇയാള് മാത്രം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ മിനിയേണ്ടി ചോദിക്കും, എന്താ മക്കളെ ഇത്രയും മഴ ഇടിയൊക്കെ ആയിട്ട് വരുമ്പോ വീടിനെ കൂടെ കൂട്ടായിരുന്നില്ലേന്ന്. അങ്ങനെ ആന്റി പായിപ്പിച്ച് രണ്ടാമതും അവിടുന്ന് മാറ്റി കുളിച്ച് എന്നെ കൂട്ടാൻ തരുന്നതിനെക്കാട്ടും നല്ലതല്ലേ പോവാൻ നേരത്തെ തന്നെ എന്നെയും കൂടെ കൂട്ടുന്നത്. എങ്ങനെയുണ്ട്? ഇതല്ലേ നടക്കാൻ പോണേ. അപ്പോ ഇന്ന് നേരം വൈകിയ ക്ലാസ് വിടാന്നുള്ളത് നീ അമ്മനെ വിളിച്ചു പറഞ്ഞോ? പിന്നെ പറയണ്ടേ, ആദ്യം വിളിച്ചു പറഞ്ഞത് മിനി ആന്റിനോടാണേ. ഓഹോ, അപ്പൊ എല്ലാം പ്ലാനിങ് ആണല്ലേ? വേറെന്താ ചെയ്യാ? എനിക്ക് ബസ്സൊന്നും കിട്ടത്തില്ല. അപ്പൊ പിന്നെ എനിക്ക് വീട്ടിലെത്തണ്ടേ. അപ്പൊ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തല്ലേ പറ്റോ? ഓവാനേട്ടെ കോളേജിന്റെ കോമൺ അവിടെ ഉണ്ടാവും. വണ്ടിയിട്ട് വന്നേക്കട്ടോ. ആലോചിക്കാം. എന്ത് ചാടിയവനെ. ഉണ്ണിമോളെ. അത് ചേച്ചി വന്നായിരുന്നില്ലേ? അതുകൊണ്ട് ചേച്ചിനെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാ. തിരിച്ച് വരുന്ന വഴിയാ. ഉണ്ണിമോളെ, ഒരു മിനിറ്റ്. അത് നിനക്കെന്നെ അറിയാലോ. പൈങ്കിളിനെയും നിന്നെയൊക്കെ ഞാൻ എങ്ങനെയാ കാണുന്നേന്ന്. നിങ്ങളെ രണ്ടുപേരെയും എന്റെ ചിന്നുവിനെ പോലെ തന്നെ എന്റെ കൂടെ പറഞ്ഞ സഹോദരികളായിട്ടാ ഞാൻ കാണുന്നേ. അത് നിങ്ങൾക്കെന്നെ അറിയാലോ. പിന്നെ അറിയാതെ. അല്ല ബ്രോ, എന്താ ഇങ്ങനെയൊക്കെ? എന്ത് പറ്റി? അല്ല, നീയും ഋഷിയും സംസാരിക്കണത് ഞാൻ വരുന്ന വഴിക്ക് കേട്ടായിരുന്നു. അതുമാത്രല്ല, ഈ കാര്യം എനിക്ക് മുന്നേ തന്നെ അറിയായിരുന്നു. ഈ കാര്യം എന്നല്ല, അലക്സിന്റെ കാര്യമടക്കം എനിക്ക് മുന്നേ അറിഞ്ഞതാ. അല്ല, രുദ്രയും ഗൗതമും അല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? വേണ്ട, അവര് കാര്യമായിട്ട് എന്തോ സംസാരിക്കുക. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നേക്കാം. അവള് പോയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ശരി. കുഞ്ഞുമോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ കുറ്റമായിട്ട് പറയാനൊന്നല്ല ഈ കാര്യങ്ങൾ പറയണത്. എന്നിരുന്നാലും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം നിനക്കെന്നെ അറിയാലോ, നമ്മളെല്ലാരും അങ്ങനെ ഒരു ബോണ്ടിങ്ങിലാ. അതുകൊണ്ടാ നിന്നോട് ഈ കാര്യം പറയുന്നേ. അലക്സിനെ നീ വൺ സൈഡ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ
അലക്സിനെ രുദ്ര അലക്സിനെ നീ വൺ സൈഡ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അവന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമില്ലെന്ന് അറിഞ്ഞപ്പം നീ എന്തുമാത്രം തകർന്നെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിവിടെ അലക്സെന്നോ ഋഷിയെന്നോ ഇല്ല. രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാ. എന്നിരുന്നാലും ഞാൻ പറയാ, അലക്സിന്റെ മനസ്സിൽ നിനക്ക് വേണ്ടി 1% പോലും ലവോ ഫീലിങ്സോ അങ്ങനെ ഒന്നും തന്നെ നിനക്ക് വേണ്ടി അവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവന്റെ കൂടെ ഏത് നേരം നടക്കുന്നത് ഞാനാണല്ലോ. അത് നിനക്കെന്നെ അറിയാലോ. മറിച്ച് ഋഷിന്റെ കാര്യം അങ്ങനെയല്ല. അവനെ എപ്പോ തൊട്ട് നിന്നെ ബ്രോ അതൊക്കെ എനിക്ക് അറിയാം ബ്രോ. നിങ്ങൾ അന്ന് ആ ടൂറിൽ വെച്ച് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടതാ. അപ്പോ അവക്ക് എന്റെ മനസ്സില് ഞാൻ അവളെ കൊണ്ടേ നടക്കുന്നത് ആദ്യം അറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അവൾ ഇത്രയും കാലം എന്നെ അവോയ്ഡ് ചെയ്തേ. കാരണം എന്റെ ബേബി, എന്റെ രുദ്ര എന്നെ അല്ല സ്നേഹിച്ചേ, മറിച്ച് അലക്സിനെയാ. അതുകൊണ്ടാ അവൾ എന്നെ അവോയ്ഡ് ചെയ്തേ. ഞാനൊരു പൊട്ടൻ. ഇതൊന്നും അറിയാണ്ട് അവളെ സ്നേഹിക്കാന്ന് പറഞ്ഞ് അവളെ ഇത്രയും കാലം ടോർച്ചർ ചെയ്ത് അവളെ വെറുപ്പിച്ചോണ്ടിരുന്നിരിക്കുക. അപ്പോ എന്റെ രുദ്ര ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലേ? என்னும் அருவியில் தினம் தினம் நானும் விழுந்தேனே. நிலவே உன் நிழலினை தொடர்ந்திட நானும் விழுந்தேனே. ஏன் என்னை பிரிந்தாய் உயிரே உயிரே, காதலை எரித்தாய் என் அழகே. എല്ലാം അറിഞ്ഞിരുന്നിട്ടും എന്തിനു ഉണ്ണിമോളെ അവനോട് ഇങ്ങനെ? അതൊക്കെ നിന്റെ താല്പര്യ. എന്നിരുന്നാ പോലും നിന്നെ ഒട്ടും ഒരു തുള്ളി പോലും സ്നേഹിക്കാത്ത അലക്സിന് വേണ്ടി നിന്നെ ജീവന തുള്ളി സ്നേഹിക്കുന്ന ഋഷിനെ നീ കണ്ടില്ലെന്ന് നടിക്കണത് എന്തുകൊണ്ടാ? അയ്യോ ഗൗതം ബ്രോ, അങ്ങനൊന്നല്ല. ഞാനന്ന് അലക്സിനോട് ഇഷ്ടമെന്ന് പറഞ്ഞതൊക്കെ സത്യ. എന്റെ മനസ്സില് അലക്സിനോട് ഇഷ്ടം ഉണ്ടായെന്നുള്ളത് സത്യ. പക്ഷേ എന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി അവൻ എന്നോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അവനെ എന്നേക്കുമായിട്ട് മറന്നു. പക്ഷേ അത് കരുതി എനിക്ക് ഋഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അലക്സിനെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഋഷി നല്ലവനാ. അവനൊരിക്കലും എന്നെ പോലത്തെ ഒരാളല്ല കിട്ടേണ്ടത്. എന്നെക്കാട്ടും മികച്ച ഒരാളെയാ. അവന്റെ നല്ല മനസ്സിന് എന്നെക്കാട്ടും നല്ലൊരു പെണ്ണിനെ അവനെ കിട്ടണം. കാരണം ഞാന് വേറൊരാളെ എന്റെ മനസ്സിൽ കൊണ്ടേ നടന്നോളാം. അതുകൊണ്ട് ഋഷിനെ സ്നേഹിക്കാൻ ഞാൻ ഒരിക്കലും ഡിസേർവ് അല്ല. അതുകൊണ്ട് മാത്രം എല്ലാം കണ്ടില്ലെന്ന് വെച്ച് എങ്ങനെ നടക്കുന്നേ? അയ്യോ അങ്ങനൊന്നുമില്ല ഉണ്ണിമോളെ. അയ്യോ ഉണ്ണിമോളെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നീ ഋഷിക്ക് ഡിസേർവ് ആയിട്ടുള്ള ആൾ തന്നെയാ. അത് ഋഷി മാത്രല്ല, എല്ലാവർക്കും അറിയണ കാര്യാ. നീ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. നീ ഇപ്പൊ എമോഷണലി ഡൗണാ. നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. അയ്യോ അങ്ങനൊന്നുമില്ല. അതൊക്കെ അവനെ പറഞ്ഞാ മനസ്സിലാവും. നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, കണ്ണൊക്കെ തുടക്കിയേ. 5 minutes later. കൊച്ചു കള്ള ക്ലാസ് കട്ട് ചെയ്തിരിക്കല്ലേ? വേറെടാ. ചേടോ, ഇവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണല്ലോ. തിരക്കിട്ട ചാറ്റിങ്ങിലാണല്ലോ. എന്താ കാന്താരി? അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഒക്കെ ഉണ്ട്. കോളേജിന് വിടാറായില്ലേ? ഇപ്പൊ കുറച്ച് നോട്ട്സ് കൊണ്ടേ മിസ്സിന് കൊടുക്കാനുണ്ടായിരുന്നു. അതാ നോട്ട് കൊണ്ടേ കൊടുത്ത് ഇറങ്ങിയതാ. അല്ല, ഇതിവിടെ എന്ത് ചെയ്യുവാ? ക്ലാസ് പോയില്ലേ? ഇല്ലടി, അത് ക്ലാസ്സിൽ സാറൊന്നുമില്ല. അതാ. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? വേറെ ആരെങ്കിലും വിളിച്ചു നോക്കിയാലോ? എന്താ തിരക്കിട്ട പണിയിലാണല്ലോ. ആരോടാ ചാറ്റ് ചെയ്യുന്നേ? ഓ, ആരോടല്ല പൊന്നെ,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യാ. അതാ ഒരു 5 മിനിറ്റ്. ഓ ഇപ്പൊ നമ്മളെക്കാട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല അല്ലേ കാന്താരി? അല്ലെങ്കിൽ തന്നെ പിടുത്തം വിട്ട് നിക്കുവാ. നീ ഒരു കാര്യം ചെയ്, നീ ക്ലാസ് പൊയ്ക്കോ, പോവാൻ നേരത്ത് കാണാം. ചെല്ലേ. എന്താ ഞാനിപ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓ അങ്ങനെയല്ല പറഞ്ഞേ. അത് പിന്നെ നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ ആരെ വിളിക്കുന്ന ആരെ ചാറ്റ് ചെയ്യുന്നേന്ന്. അതാ പറഞ്ഞേ, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നേ. ഒരു 5 മിനിറ്റ്, ഒരു ചെറിയൊരു പ്രശ്നം. ഞാനൊന്ന് വിളിക്കട്ടെ. ഫ്രണ്ട്സിനെ ഇപ്പൊ വിളിക്കണ്ടേ? വീട്ടിൽ പോയിട്ട് എപ്പോഴും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നേ. ഇപ്പൊ കുറച്ചേരം എന്നോട് സംസാരിക്കേ. കാന്താരി കാര്യത് കളിക്കല്ലേ? ആ ഫോൺ ഇങ്ങ് തന്നെ. എനിക്ക് അർജന്റ് ആയിട്ട് കോൾ ചെയ്യണമെന്ന്. അങ്ങനെ എന്നെക്കാട്ട് എന്താ അർജന്റാന്ന് എനിക്ക് അറിയണല്ലോ. പൊന്നെ എന്റെ ഫ്രണ്ടിനെ വിളിക്കാനാ. ഒന്ന് മനസ്സിലാക്കടേ. ആ ഫോൺ ഒന്ന് തോ. അതെന്താ ഇത്രയും ദിവസം ഫോൺ വാങ്ങുമ്പോ ഇങ്ങനെ പിടിച്ചു പറയുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഇതൊക്കെ? ഓ കാര്യായിട്ടപ്പം ആരോടോ? കാന്താരി ഇഞ്ചോടന്ന് വേടിക്കട്ടോ. പിന്നെന്തേ ഫോൺ എനിക്ക് എത്ര മടിക്കുന്നേ? എന്തേ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും? കാന്താരി ഇതൊക്കെ എപ്പോ മുതൽ ഗൗതം? എങ്ങനെ നല്ലായിരുന്നല്ലോ നീ. നിനക്ക് എന്താ പറ്റിയേ? എന്നോട് എന്തെങ്കിലും? എന്റെ പൊന്നു തമ്പുരു നോക്ക്, ഒരു കുഴപ്പമില്ല. ഞാൻ വേറെ ആരെയല്ലേ വിളിക്കുന്നേ? ഋഷിനെയോ? ഓനെ വിളിച്ചിട്ട് ഫോൺ ഓഫാ. ഋഷിനെയോ? അവനെയാണോ ഇത്ര ടെൻഷൻ അടിച്ച് വിളിക്കുന്നേ? അതൊക്കെ ടെൻഷൻ അടിക്കാനുള്ള കാര്യമുണ്ട്. ഞാൻ ഫോണൊന്നും കൊണ്ടാ. ഓനൊന്ന് വിളിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടോന്നെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ താ, ഇങ്ങോട്ട് തരാനേ. എങ്ങനെ ഗൗതം ടെൻഷൻ അടിക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്തുവായിരിക്കും?